ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയൊരു കഥയാണ്. ഒരിക്കൽ 3 തവളകൾ ആഴമുള്ള വലിയൊരു കിണറ്റിലകപ്പെട്ടു. കിണറിന്റെ വലിപ്പവും താഴ്ചയുമൊക്കെ മനസ്സിലാക്കിയ ഉടൻ ഒന്നാമത്തെ തവള നിരാശനായി പ്രഖ്യാപിച്ചു, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ്, ഇവിടെ കിടന്ന് ചാകാനാണ് നമ്മുടെ വിധി. രണ്ടാമത്തെ തവളയും ഈ ദുർവിധി ശരിവെച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് അവനും പറഞ്ഞു. എന്നാൽ ആ തവളകളുടെ നിരാശ നിറഞ്ഞ സംസാരമൊന്നും വകവയ്ക്കാതെ മൂന്നാമത്തെ തവള രക്ഷപ്പെടാനായി കിണറിന്റെ ഭിത്തികളിലൂടെ ചാടിക്കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ചാട്ടം കണ്ട് ആദ്യത്തെ 2 തവളകളും പരിഹസിച്ചുകൊണ്ട്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നീ താഴെ വീഴുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ആ മൂന്നാമത്തെ തവള നിരന്തരമായി പരിശ്രമിച്ചു. കുറെ നേരത്തെ കഠിനമായ പരിശ്രമത്തിന് ശേഷം ആ തവള ആ വലിയ കിണറ്റിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റു 2 പേരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആ തവള രക്ഷപ്പെടാൻ കാരണം അതിന് ചെവി കേൾക്കില്ല എന്നതായിരുന്നു. അവരുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ അതും അവരെ പോലെ അവിടെ കിടന്ന് ജീവിതം അവസാനിപ്പിച്ചേനെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില സമയത്ത് ബധിരരാകുന്നത് നല്ലതാണെന്ന് തോന്നാറുണ്ട്. ചിലരുടെ പിന്തിരിപ്പൻ ഉപദേശങ്ങളും പരിഹാസ വാക്കുകളുമൊക്കെ കാണുമ്പോൾ അതൊന്നും കേൾക്കാതെ ബധിരരായി മാറേണ്ടി വരും. കാരണം നാം രക്ഷപ്പെടുമെന്നോ നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരുമെന്നോ അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അവർ അലസരാണ്, പരിശ്രമിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മുടെ പരിശ്രമങ്ങൾ പാഴായി പോകുമെന്ന് പറയാനേ അവർക്കറിയൂ. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഇതുപോലുള്ള പിന്തിരിപ്പന്മാരുടെ വാക്കുകളെ അവഗണിച്ചേ മതിയാകൂ. നോഹ പെട്ടകം പണിയുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ നോഹയെ പരിഹസിച്ചു. അവർ നോഹയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പതിവ് പോലെ വിവാഹം നടത്തിയും ആഘോഷങ്ങളിൽ പങ്കെടുത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ പ്രളയം വന്നപ്പോൾ അവരെല്ലാവരും നശിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച നോഹയും കുടുംബവും മാത്രമാണ് രക്ഷ പ്രാപിച്ചത്. ചില ശബ്ദങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കും, ചില ശബ്ദങ്ങൾ നമ്മെ പിന്നോട്ട് വലിക്കും. നാം ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ലോകത്തിന്റെ പരിഹാസമല്ല, പരാജയവാക്കുകളല്ല, നിരാശയുടെ ശബ്ദമല്ല, ദൈവത്തിന്റെ പ്രതീക്ഷയുടെ ശബ്ദമാണ്. ദൈവവചനങ്ങളെ ശ്രവിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വിജയം കണ്ടെത്താനാകും. അവിടെ ലോകത്തിനു മുൻപിൽ ചിലപ്പോഴൊക്കെ ബധിരരായി മാറേണ്ടി വന്നേക്കാം. പക്ഷേ അവസാനം വിജയം കണ്ടെത്താൻ നമുക്ക് കഴിയും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാൽ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാൽ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000